ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 24-ാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. നായിനിലെ വിധവയുടെ ഏകമകനെ മരണത്തിൽ നിന്നും ഉയർപ്പിക്കുന്ന ഈശോയാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ ഈശോ എന്തിനാണ് ഈ അത്ഭുതം ചെയ്തത്? പല കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആരും ഈശോയുടെ ഇത് ആവശ്യപ്പെട്ടില്ല. ഈശോ തനിയെ മുമ്പോട്ട് വന്നിട്ട് ആ ശവമഞ്ചത്തിന്മേൽ തൊട്ടു, അങ്ങനെ തടഞ്ഞു, എന്നിട്ട് ഇവനെ ഉയർപ്പിക്കുക. ആരും ആവശ്യപ്പെടാതെ ഈശോ ഒരു കാര്യത്തിൽ ഇടപെടുന്നു. ഞാൻ മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുള്ള കാര്യം, മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഈശോ ആ നായിനിലെ വിധവയിൽ തൻ്റെ തന്നെ അമ്മയെ കണ്ടു. അവളുടെ ഏകപുത്രൻ മരിച്ചു എന്ന് പറയുന്നത് കുരിശുമരണത്തിൻ്റെ സമയത്ത് അവിടെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന മറിയത്തെയും ഈശോയും ആണ് ഈശോ അവിടെ കാണുന്നത്. യോസേപ്പിതാവ് മരണപ്പെട്ടിട്ടുണ്ട്. മറിയം പ്രാക്ടിക്കലി ആ ഒരു പ്രായോഗികമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് മറിയം വിധവയാണ്. അവിടെ ആ സമയത്ത് ഭർത്താവ് മരണപ്പെട്ടിരിക്കുന്നു. ഏകമകൻ ഈശോ മരിച്ചു. ഈ ഒരു അവസ്ഥ കാണുമ്പോൾ ഈശോയ്ക്ക് തൻ്റെ തന്നെ അമ്മയെയും തന്നെയും ഒക്കെ ഓർമ്മ വന്നിട്ട് ഈശോ ഇടപെടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഈശോ നടക്കാൻ പോകുന്ന കാര്യമാണ്. കുരിശുമരണത്തിലേക്ക് ഈശോ നടന്നെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈശോയ്ക്ക് അറിയാം ഇങ്ങനൊരു സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ അമ്മയുടെ ജീവിതത്തിലുമൊക്കെ ഉണ്ടാകും എന്ന് ഈശോ മുൻകൂട്ടി കാണുകയാണ്. എന്താണെങ്കിലും ഈ ഭാഗം യഥാർത്ഥത്തിൽ മരിച്ചവനെ ഉയർപ്പിക്കുന്ന ഈ സംഭവം കുമ്പസാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു സംഭവമാണ്. അതായത് ഈശോ വന്ന് ആ മൃതശരീരം അല്ലെങ്കിൽ മൃതശരീരം വഹിക്കുന്ന ശവമഞ്ചത്തിന്മേൽ തൊട്ടു എന്ന് പറയുകയാണ്. ഈ തൊട്ടു എന്ന വാക്ക് എഴുതുമ്പോൾ നമ്മൾ സംഖ്യയുടെ പുസ്തകത്തിലേക്ക് പോകണം. എന്നിട്ട് സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നതാണ് അവിടെ 19-ാം അധ്യായം 11-ാം വാക്യം. സംഖ്യയുടെ പുസ്തകം 19-ാം അധ്യായം 11-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: മൃതശരീരത്തെ സ്പർശിക്കുന്നവൻ 7 ദിവസത്തേക്ക് അശുദ്ധനായിരിക്കും. അതിങ്ങനെ പറഞ്ഞു പോവുകയാണ്. പിന്നെ അവന് 7 ദിവസം അതിൻ്റെ ശുദ്ധീകരണങ്ങളെല്ലാം ചെയ്ത് പിന്നീട് തിരികെ കൂടാരത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. മൃതശരീരത്തിൽ സ്പർശിക്കുന്നവൻ അശുദ്ധനാകും. അപ്പോൾ ഈശോ ഇവനെ തൊടുമ്പോൾ ഇവൻ അശുദ്ധനാകും. അപ്പോൾ തൊടുന്ന ഈശോയും അശുദ്ധനാകും യഥാർത്ഥത്തിൽ. അതാണ് സിറ്റുവേഷൻ. പക്ഷെ ഈശോ ഇവൻ അശുദ്ധനാകാനുള്ള കാരണം മരണമാണ്. ഈശോ ഇവൻ്റെ അശുദ്ധിയല്ല മാറ്റുന്നത്, മരണത്തെ മാറ്റിയ. ഇങ്ങനെ റെസ്റ്റോറിങ് ലൈഫ്, ജീവൻ അവന് വീണ്ടും നൽകുക. അവന് ജീവൻ വീണ്ടും നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവൻ മൃതശരീരമല്ല, ജീവിക്കുന്ന മനുഷ്യനായതുകൊണ്ട് ഇവൻ്റെ അശുദ്ധി മാറി, അശുദ്ധി മാറ്റി. അപ്പോൾ ഈശോ അവൻ്റെ അശുദ്ധിയെ മാറ്റിയ. ഈശോ ആ മൃതശരീരത്തിൽ അല്ലെങ്കിൽ ആ ശവമഞ്ചത്തിൽ തൊടുമ്പം ഈശോയും അശുദ്ധനാകും അവരുടെ രീതി അനുസരിച്ചാണെങ്കിൽ. പക്ഷേ ഈശോ ദൈവം ശവമഞ്ചത്തിന്മേൽ തൊട്ട്. ഇവിടെ ഈ പറയുന്ന ഭാഗത്തിൽ ഉപയോഗിക്കുന്ന കർത്താവെ എന്നുള്ള വാക്ക്, ഈ കർത്താവ് എന്ന് പറയപ്പെടുന്ന ക്യൂരിയോസ് എന്ന് പറയപ്പെടുന്ന വാക്ക് യഥാർത്ഥത്തിൽ യഹോവയെ സൂചിപ്പിക്കാൻ പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഇവിടെ ലൂക്ക ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ദൈവം ഈ മൃതശരീരത്തിൽ അല്ലെങ്കിൽ ശവമഞ്ചത്തിൽ തൊട്ടു. അപ്പോൾ എന്നിട്ട് ഇവന് ജീവൻ നൽകുകയാണ്. ജീവൻ നൽകുമ്പോൾ റെസ്റ്റോറിങ് ലൈഫ് അവൻ്റെ ആ അശുദ്ധി എടുത്ത് മാറ്റി എന്നുള്ളതാണ്. ആ അൺക്ലീൻ ആയിരിക്കുന്ന അവസ്ഥ എടുത്ത് മാറ്റി. അവനിപ്പോൾ ശുദ്ധിയുള്ളവനായി മാറി. അവൻ ജീവൻ വീണ്ടും കിട്ടിയപ്പോൾ ശുദ്ധിയുള്ളവനായി മാറി. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഈശോ കുമ്പസാരം എന്ന കുദാശയിലൂടെ വൈദികൻ വഴി അവൻ്റെ പാപം മോചിപ്പിച്ചുകൊണ്ട് അവനെ ശുദ്ധിയുള്ളവനായി തീർക്കുന്നു, അവനെ ശുദ്ധിയുള്ളവനാക്കി മാറ്റുക. അപ്പോൾ നമ്മളിപ്പോഴും പറയുന്നത് അവൻ്റെ പാപത്തിൻ്റെ കെട്ടഴിഞ്ഞു പോയി, അല്ലെങ്കിൽ പാപം അവരിൽ നിന്ന് കഴുകിക്കളയപ്പെട്ടു. ഇതാണ് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ പാപം കഴുകിക്കളയപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ മനോഹരമായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു വസ്തുത, നിർമ്മലമായ ഹൃദയം അവനിൽ റീസ്റ്റോർ ചെയ്യപ്പെട്ടു, അവനിൽ പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടു, അവനിലേക്ക് വീണ്ടും വെച്ചു കൊടുക്കുക. അപ്പോൾ അതുവഴി അശുദ്ധി നീങ്ങിപ്പോകുന്നത്. അശുദ്ധി എന്ന് പറയുന്ന സംഭവമല്ല അവിടെ ഒരു യാഥാർത്ഥ്യം, ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. റിയാലിറ്റി എന്ന് പറയുന്നത് അവൻ്റെ ആ ശുദ്ധമായ ഹൃദയം എന്നുള്ളതാണ്. അത് അവനിലേക്ക് തിരിച്ചു കൊടുത്തപ്പോൾ അശുദ്ധി എന്ന് പറയുന്നത് മാറി. അതായത് വെളിച്ചം വരുമ്പോൾ ഇരുട്ട് തനിയെ പോയി എന്ന് പറയും. ഇരുട്ടെടുത്ത് മാറ്റി എന്ന് പറയുന്നതിനേക്കാൾ വെളിച്ചം കൊണ്ടുവന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ പ്രധാനപ്പെട്ടത്. വെളിച്ചം കൊണ്ടുവന്നപ്പോൾ ഇരുൾ തനിയെ നീങ്ങി എന്ന് പറയുന്ന പോലെ അവൻ്റെ അശുദ്ധി എങ്ങനെ മാറുന്നു, കുമ്പസാരത്തിൽ അവൻ്റെ അശുദ്ധി എങ്ങനെ മാറുന്നു എന്ന് പറയുമ്പോൾ അവനിലേക്ക് ദൈവചൈതന്യം റീസ്റ്റോർ ചെയ്യപ്പെട്ടു, വീണ്ടും കൊടുക്കപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ്റെ അശുദ്ധി നീങ്ങിപ്പോയി. അപ്പോൾ അശുദ്ധി അല്ല മെയിൻ എലമെൻറ്റ്. റിയാലിറ്റി എന്ന് പറയുന്നത് ശുദ്ധിയാണ്. ശുദ്ധി വരുമ്പോൾ അശുദ്ധി തനിയെ പോയി. ഇത് നമ്മൾ സങ്കീർത്തനത്തിൽ മനസ്സിലാക്കും. നമ്മൾ അനുതാപ കീർത്തനങ്ങളിൽ ഏറ്റവും മനോഹരമായ കീർത്തനം സങ്കീർത്തനം 51.
51 സങ്കീർത്തനം 11 വാക്യം നമ്മൾ വായിക്കുന്നതിനാണ്, 10 വാക്യം നമ്മൾ വായിക്കുന്നതിനാണ്, ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. എൻ്റെ അശുദ്ധി മാറും. ഇപ്പം എനിക്ക് നിർമ്മലമായ ഹൃദയമില്ല, അത് പോയേക്കുക. നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായൊരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. എൻ്റെ കയ്യിൽ നിന്ന് ചൈതന്യം കൈമോശം വന്നാൽ ചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധി പിന്നെ തള്ളിക്കളയരുത്. അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ നിന്നും എടുത്തു കളയരുത്. പരിശുദ്ധാത്മാവിൽ നിന്നും പോയിരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ വീണ്ടും തരണം, എടുത്തു കളയരുത്. പരിശുദ്ധാത്മാവ് വീണ്ടും വരണം. അങ്ങനെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണം. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണം. ഇങ്ങനെ പറയാൻ തീരുന്നത്. അപ്പോൾ ഈ സങ്കീർത്തനം 51 10, 11, 12 വാക്യങ്ങളിലാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് റിസ്റ്റോറിങ് ലൈഫ്. ദൈവം എങ്ങനെയാണ് ഒരാളുടെ അശുദ്ധി മാറ്റുന്നത്. അശുദ്ധി എന്ന് പറയപ്പെടുന്ന കാര്യത്തെ പെർട്ടിക്കുലറായിട്ട് എടുത്തു മാറ്റുന്നു എന്നുള്ളതല്ല, മറിച്ച് ദൈവചൈതന്യം, പരിശുദ്ധാത്മാവ്, നിർമ്മല ഹൃദയം, ഈ കാര്യങ്ങളെ ഈശോ വീണ്ടും നമ്മളിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളിൽ നിന്നും അശുദ്ധി മാറുന്നു. അവന് ജീവൻ നൽകുമ്പോൾ അവൻ മൃതശരീരമല്ലാതായി മാറുന്നു. അവൻ ശുദ്ധിയായി മാറുന്നു. അവൻ അശുദ്ധി മാറി ശുദ്ധിയുള്ളവനായി മാറുന്നു. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പോൾ കുമ്പസാരത്തിന് എന്താ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാപത്തിൻ്റെ കറ കഴുകി കളയുന്നു എന്ന് പറയുന്ന പ്രക്രിയ. നമുക്ക് പറയുന്നത് തെറ്റൊന്നുമില്ല, പക്ഷേ അതിനേക്കാൾ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത ഇതാണ്. നമ്മളിൽ നിന്നും നമ്മുടെ പാപം കൊണ്ട് നമ്മൾ കുടിയിറക്കി വിട്ട, അല്ലെങ്കിൽ നമ്മൾ തന്നെ എടുത്തു മാറ്റിയ ആ ഒരു നിർമ്മല ഹൃദയം, ഒരു ചൈതന്യം, ദൈവചൈതന്യം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ്, ഇതൊക്കെ നമ്മൾ എടുത്തു മാറ്റിയിരിക്കുക. ഇതിനെയൊക്കെ റിസ്റ്റോർ ചെയ്ത് തരികയാണ് ഈശോ കുമ്പസാരം എന്ന കുദാശയിലൂടെ. ആൻഡ് അബ്സോൾവ് യു ഫ്രം യുവർ സിൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വൈദികന പാപമോചനത്തിൻ്റെ ആ കുദാശ വചനങ്ങൾ ഉച്ചരിക്കുമ്പോഴത്തേക്ക് അയാളിലേക്ക് ഇതെല്ലാം റീസ്റ്റോർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്, വീണ്ടും സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതാണ്, നമുക്ക് വീണ്ടും നിക്ഷേപിക്കപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ അശുദ്ധിയെ എങ്ങനെ ഈശോ നീക്കുന്നു എന്ന് ചോദിച്ചാൽ, അശുദ്ധിയുടെ കാരണത്തെ എടുത്തു മാറ്റത്ത് കഴിയില്ല. അശുദ്ധിയുടെ കാരണം നിന്നിൽ നിന്ന് എന്തൊക്കെ നഷ്ടപ്പെടുന്നുള്ളതാണ്. അതെല്ലാം നിന്നിലേക്ക് വീണ്ടും നൽകിക്കൊണ്ട് അശുദ്ധി എടുത്ത് മാറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊരു കുമ്പസാരം തന്നെ കുറച്ചും കൂടി ഒരു ആഴത്തിലുള്ള പാഠം മനസ്സിലാക്കി തരാം, പഠിപ്പിക്കാനായിട്ട് ഈശോ ഈ ഭാഗം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശുദ്ധി, തൊട്ടു, ശുദ്ധി എന്നൊക്കെയുള്ള വാക്കുകൾ വരുമ്പോൾ നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി കുമ്പസാരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഇതാണ്, പാപക്കറകൾ കഴുകിക്കളയാൻ കർത്താവെന്നല്ല, എന്നിൽ നിന്നും ഞാൻ എൻ്റെ പാപം കൊണ്ട് എടുത്തു മാറ്റിയിരിക്കുന്ന ആ നിർമ്മല ഹൃദയം, ദൈവചൈതന്യം, പരിശുദ്ധാത്മാവ്, ഇത് എനിക്ക് വീണ്ടും തരണമേ. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ശുദ്ധനായി മാറും, ശുദ്ധിയുള്ളവനായി മാറും. അപ്പോൾ കുമ്പസാരത്തെ കുറച്ചുകൂടി ആഴമുള്ള കാഴ്ചപ്പാടിലൂടി ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും ഈ സുവിശേഷ ഭാഗം നമ്മെ സഹായിക്കട്ടെ.